അന്ന് ഈ പൂച്ചട്ടിയിൽ ഒരു പൂമ്പാറ്റ ചെടി ഉണ്ടായിരുന്നു, ബട്ടർഫ്ലൈ പ്ലാന്റ്. അത് പട്ടുപോയപ്പോൾ നല്ല സങ്കടവും നിരാശയായിരുന്നു. എന്നിട്ടും വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന് വീണ്ടും തളർക്കുമെന്ന പ്രതീക്ഷ പറ്റിയപ്പോഴാണ് പുതിയ ചെടി നട്ടത്. ഇപ്പോൾ നോക്കുമ്പോൾ പുതിയ ചെടികൾക്കിടയിലൂടെ ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈ പ്ലാന്റിൻ്റെ ഒരു തളിരിങ്ങനെ നീണ്ടു വരുന്നു. ഈ ചെടിച്ചട്ടി കാണുമ്പോൾ തന്നെ എനിക്ക് സങ്കടമായിരുന്നു. ഈ പൂച്ചെടി നഷ്ടമായല്ലോ എന്നോർത്ത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിൻ്റെ ഈ തളർനാമ്പ് കാണുമ്പോൾ ഉള്ള സന്തോഷം ദൈവം വന്ന് തൊട്ട പോലൊരു ഫീലിംഗാണ്. പിന്നെ ഞാൻ ആ ചട്ടിയിൽ നിന്ന് പഴയ ചെടികളൊക്കെ മാറ്റി വെള്ളം നിറച്ചു കൊടുത്തു. ഈ ചെടി എനിക്ക് തന്നത് എൻ്റെ നെയ്ബർ രഹനയാണ്. അന്നേ പറഞ്ഞിരുന്നു പട്ടുപോയാലും പൊട്ടി തളർക്കുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. ഇത് ഒരിലയാണ് കേട്ടോ, ഹൃദയത്തിൻ്റെ നിറമാണ്, ശലഭത്തിൻ്റെ ആകൃതിയാണ്. ഇലയാണിത്, പൂക്കൾ വേറെയാണ്, ലൈലാക്ക് നിറത്തിലെ പൂക്കളുണ്ടാവും. ഇതൊരൊറ്റ ഇലയാണ്. സന്ധ്യ ആകുമ്പോൾ കൂമ്പി ഒരു ട്രയാങ്കുലർ ഷേപ്പാവും, ത്രികോണാകൃതി. ഇതിന് ഓക്സാലിസ് ട്രയാങ്കുലാരിസ് എന്ന് പേരുണ്ട്. ഇത് ബൊട്ടാണിക്കൽ നെയിമാണോ ഇംഗ്ലീഷ് പേരാണോ എന്ന് എനിക്കറിയില്ല. ഇത് കണ്ട് കൂമ്പി നിൽക്കുന്നുണ്ട് ഈ ഇല. ഇതിങ്ങനെ ഒരുപാട് ഇലകൾ ചേരുമ്പോൾ ഇങ്ങനെ ശലഭം പറക്കുന്ന പോലെ തോന്നും. പ്രപഞ്ചത്തിൻ്റെ വേറിട്ടൊരു സൃഷ്ടി തന്നെയാണ്. പഴയൊരു ചിത്രം ഞാൻ കാണിച്ചു തരാം. അതിനകത്ത് പൂക്കളുണ്ട്, ലൈലാക്ക് വർണ്ണത്തിലുള്ള പൂക്കൾ. ഇലകളാണ് ബട്ടർഫ്ലൈയുടെ ആകൃതിയിൽ നിൽക്കുന്നത്. സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഈ ഇലകൾ ഈ ചിറകൊതുക്കിയ പൂമ്പാറ്റ പോലെ നിൽക്കും. ദാണ്ടേ